ഹേ ഗൈസ് വാട്സ്ആപ്പ്. അപ്പം ദസറ എന്ന ഫിലിം കണ്ടു. നാനിയും കീർത്തി സുരേഷാണ് ഈ ഫിലിമിന്റെ മെയിൻ ക്യാരക്ടേഴ്സ്. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നാനി ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, കീർത്തി സുരേഷ് അതേപോലെ തന്നെ. എന്നാൽ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിം ഷോകേനടേ. അങ്ങനെ പറയാൻ കാരണം ഇതിലെ കാസ്റ്റുകൾ നല്ല കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അത്ര കഷ്ടപ്പാട് കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല. കാരണം ഫിലിമിന്റെ സ്റ്റോറി ഷോകയായിരുന്നു. ഫിലിം മൊത്തം ശോകം എന്നൊന്നല്ല, ചില ഫൈറ്റ് സീനൊക്കെ കൊള്ളാം, അവിടെ ഇവിടെയും വിഷ്വൽസ് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചില സൈഡിലൊക്കെ കൊള്ളാം. ആൾ ഓവർ ഫിലിം നോക്കുകയാണെങ്കിൽ കൊള്ളത്തില്ല. ഫിലിം നല്ലോണം വലിച്ചു നീട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റ് മാക്സിമം കയ്യിൽ നിന്ന് എടുത്ത് മരിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അത്രയും മരിച്ച് അഭിനയിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിലെ ക്യാരക്ടേഴ്സ് ഈ ഫിലിമിന് കൊടുത്ത ഇമ്പോർട്ടൻസ് ഈ ഫിലിമിന്റെ ഡയറക്ടർ കൊടുത്തിട്ടില്ല. ഈ ഫിലിം നമുക്ക് ഇമോഷണലി കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാണുന്ന നമുക്കും ഫിലിമും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ നാനിയുടെ ആ ഇമോഷൻ സീനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. ഇത് ഫിലിം യാതൊരു ബന്ധമല്ല, എന്നിട്ട് അതിൽ നാനി ഇങ്ങനെ വന്നുകൊണ്ട് ഇമോഷണൽ ആകുമ്പോൾ നമുക്ക് യാതൊന്നും തോന്നൂല. എൻഗേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി അല്ല ദസറക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫിലിം കാണുമ്പോൾ തിയേറ്ററിൽ ആളുകളെ പിടിച്ചിരുത്താൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. നാനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദസറയുടെ. ചുരുക്കി പറഞ്ഞാൽ ലീഡിങ് ക്യാരക്ടറായ നാനിയുടെ ക്യാരക്ടർ ഈ ഫിലിമിൽ വന്ന് പെർഫോം ചെയ്യണം. അതിന് വേണ്ടത് ആരൊക്കെയാണ് അവരൊക്കെ സൈഡിൽ വെച്ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നാനിയാണ് മെയിൻ, ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ലീഡിങ് ക്യാരക്ടറായ നാനിയുടെ ക്യാരക്ടറിന് പെർഫോം ചെയ്യണം, അതിന് സൈഡിൽ കൂടി കുറച്ച് ക്യാരക്ടേഴ്സ് വേണം, അതിനെ എന്താ പറയുക താങ്ങി നിർത്താനാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്. അങ്ങനെ ഒരു പടമായിരുന്നു ദസറ. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട് ഈ ഫിലിമിൽ. അതേ ഒരു സൈക്കോ ആണ് ഫിലിമിൽ നമ്മളോട് ഇങ്ങനെ പറയും, പക്ഷെ നമുക്കൊന്നും തോന്നൂല. ഇപ്പൊ സൈക്കോ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും വിഷ്വലി നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, അത് കാണാതെ സൈക്കോ ആണെന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് എന്തൊരു കാര്യം. ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഫിലിം, പക്ഷെ നമുക്കൊരു സൈക്കോ തോന്നിയില്ല. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫിലിം കാണാൻ പോയപ്പോൾ വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെയാണ് പടത്തിന് പോയത്. അതുപോലെ തന്നെ പെർഫോം ആയതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര സെഡ് ആവുന്നത്. ഇത് പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ട് തിരക്കേടില്ല. ഇതൊക്കെ തന്നെയാണ് ഫിലിമിൻ്റെ അവസ്ഥ. വൺ ടൈം വാച്ചബിൾ ആണോ ചോദിച്ചാലും ഐ ഡോണ്ട് നോ. ഒരു വട്ടെങ്കിലും പോയി കാണടേ. ഈ കാണാൻ താല്പര്യമുള്ളവർക്ക്, ഞാനിവിടെ കട്ട ഫാനാണ്, കീർത്തി സുരേഷിൻ്റെ കട്ട ഫാനാണെന്നുണ്ടെങ്കിൽ പോയി കാണും, തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഇത്രയുള്ളൂ ദസറ എന്ന ഫിലിമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.